ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ചെമ്പരന്തീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. ശ്രുതിയും കൂടി കിടക്കാനായിട്ട് റൂമിൽ എല്ലാം ശരിയാക്കുകയാണ്. ആ സമയത്താണ് ചന്ദ്രൻ്റെ റൂമിലോട്ട് കടന്നു വരുന്നത്. അല്ല, ഇതെന്താ അമ്മേ പായൊക്കെ ആയിട്ട്? ഇതിൻ്റെ ആവശ്യമുണ്ട്, നീ 2 ബെഡ്ഷീറ്റിങ് എടുക്കാൻ പറയും. സച്ചിക്കും രേവതിക്കും കൊടുക്കാനായിരിക്കും. അമ്മ എന്തിനാണ് ഇതൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? ഇതൊക്കെ അവരിവിടെ വന്ന് എടുത്തോളുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയും രേവതിയും മുറിയിലോട്ട് വിളിക്കും. എന്നിട്ട് ആ ഷീറ്റും പായും എല്ലാം ശ്രുതിയുടെയും കയ്യിലോട്ട് കൊടുത്തിട്ട് പറയും, ഇന്ന് തൊട്ട് ഇവിടെ കിടക്കുന്നത് സച്ചിൻ രേവതിയാണ്. നിങ്ങൾ രണ്ടുപേരും ഇവർ കിടന്നിടത്ത് പോയി കിടക്കാൻ പറയും. അമ്മയെ അവിടെ താഴെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ചൂടാണ്, കൊതുകടിക്കും. കുറച്ച് കൊതുകടിയൊക്കെ കൊള്ളട്ടെ, ചെരടി നീ താഴെ പോയി കിടക്കാൻ പറയും. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്നുറങ്ങിക്കും, AC ഓൺ ചെയ്തോളാം എന്ന് പറയും. AC ഓൺ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോളാൻ പറയും. രേവതിക്കും സച്ചിക്കും എന്താ അവിടെ സംഭവിക്കുന്ന പോലും മനസ്സിലാവുന്നില്ല. പെട്ടെന്നല്ലേ ചന്ദ്രമതിയുടെ മാറ്റം. അങ്ങനെ അവർ സുഖമായിട്ട് റൂമിൽ പോവുകയാണ്. ആ സമയത്ത് ശ്രുതിയും കൂടി കൊതുകളിയെ കൊണ്ട് താഴെയിട്ട് റൂമിലോട്ട് വരികയാണ്. അതിനുശേഷം എല്ലായിടത്തും പറയും കിടന്നുറങ്ങിക്കൊള്ളാൻ പറയും. അങ്ങനെ സച്ചിയും രേവതിയും റൂമിലിങ്ങ് ഇരിക്കുകയാണ്. രേവതി പറയും, എനിക്കൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല സച്ചിയേട്ടാ, അമ്മയുടെ ഈ മാറ്റം. എന്തായാലും ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനെ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാകുന്ന ആദ്യമായിട്ടാണെന്ന് പറയും. എന്തായാലും എനിക്ക് സന്തോഷമായി. ശ്രുതിയോടുള്ള ദേഷ്യം തീർക്കാനാണെങ്കിൽ പോലും നിന്നോട് അമ്മ കുറച്ച് സ്നേഹമായിട്ടൊക്കെ പെരുമാറാൻ തുടങ്ങിയില്ലേ. ഇപ്പം നീ ഒരു രാജകുമാരുടെ കണക്കല്ലേ ഇവിടെ കഴിയുന്നത്, ഒരു ജോലിയും ചെയ്യേണ്ട. അതൊന്നും പറ്റത്തില്ല, നാളെ തൊട്ട് എനിക്ക് അടുക്കളയിൽ കയറി ജോലി ചെയ്യണം. അതൊന്നും വേണ്ട സച്ചിയേട്ടാ, ഇന്ന് ശ്രുതി ഉണ്ടാക്കിയ ആഹാരം കണ്ടില്ലേ, അവൾ ഭക്ഷണം ഉണ്ടാക്കി നമുക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. നീ ഒന്നും ചെയ്യണ്ട, നീ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ മതി. അവൾക്ക് അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി എന്നല്ലേ അമ്മ പറഞ്ഞത്. നീ ഇനി അമ്മ പറഞ്ഞതിനെതിരായിട്ടൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. ഇപ്പം കിട്ടിയ ഈ ഒരു സൗകര്യമൊന്നും വെറുതെ കളയേണ്ടെന്ന് പറയും. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ സംസാരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് അവരുടെ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെയാണ്, ഒരു പാട്ട് സീനൊക്കെ ആയിട്ട് അത് കാണിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ശ്രുതി അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, ശ്രുതിയോടൊന്നും മിണ്ടാൻ പോലും അമ്മ സമ്മതിക്കത്തില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾ മിക്കവാറും എന്നെ ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകും. എന്തായാലും അവളെ ഒന്ന് പോയി കാണാവുന്നുണ്ട്. പതുക്കെ ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് സ്റ്റെയറിൻ്റെ അടിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ചന്ദ്രമതി നിൽക്കുന്നു. അമ്മ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ചന്ദ്രമതിയുടെ പറയും, ഇത് ഞാനൊരു സിനിമ ഡയലോഗിൽ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പറയും. ഇതൊരു സിനിമ ഡയലോഗാണ്, അത് ഇപ്പം തന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മോൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല അടി കൊടുക്കുകയാണ്. അയ്യോ അമ്മ എന്നെ തല്ലലേ എന്ന് പറയുന്ന ശബ്ദം കേൾക്കണം ശ്രുതി എഴുന്നേക്കുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഹോളിലോട്ട് വരും. എന്തിനാ ചന്ദ്ര നീ അവനായിട്ട് അടിക്കുന്നതെന്ന് രവീന്ദ്രൻ ചോദിക്കും. അത് പുറത്ത് പറയാൻ പറ്റത്തില്ല. അതെന്താ പുറത്ത് പറഞ്ഞ് അതങ്ങനെയാണെന്ന് പറയും. ശ്രുതിക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് സച്ചിൻ രേവതി അങ്ങോട്ട് വരും. രേവതിക്ക് ചെറിയ കാര്യമൊക്കെ മനസ്സിലാവും. രേവതി കിടന്നങ്ങ് ചിരിക്കും. എന്താ രേവതി? അപ്പോൾ സച്ചിയോട് കാര്യം പറയും. ശ്രുതിയെ കാണാൻ വേണ്ടി പാത്തും പതുങ്ങി വന്നതെന്നുള്ള കാര്യം സച്ചിയോട് പറയുന്നുണ്ട്. ഉടനെ വർഷയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. എന്താ രേവതി ചേച്ചി എന്ന് പറയുമ്പോൾ വർഷയോടും രേവതി പറയും. അങ്ങനെ അത് ശ്രീകാന്ത് പറയും. ഇവരെല്ലാം ചിരിക്കുന്ന കാണുമ്പോഴും രവീന്ദ്രനൊന്നും മനസ്സിലാവത്തില്ല. രവീന്ദ്രൻ ചോദിക്കുന്നത് എന്താ എല്ലാവരും കിടന്നിങ്ങനെ പരസ്പരം ചിരിക്കുന്നത്? ഒന്നുമില്ല, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവും. ഈ അടി കൊണ്ട് ശ്രുതി ഓടി പുറത്തിറങ്ങുകയാണ്. പിന്നെ അടിക്കുമെന്ന് കരുതി. അപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് പോയി കിടന്ന് ഉറങ്ങും. ആ സമയത്ത് ചന്ദ്ര പറയും, ഇതെന്ത് ഈ പിള്ളേർക്കൊന്നും വാതിൽ അടച്ചിട്ട് കിടക്കണമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിലങ്ങ് അടച്ച് കുറ്റിയിടുകയാണ്. ആ സമയത്ത് ശ്രുതി പുറത്തായെന്നുള്ള കാര്യം ചന്ദ്രമതി അറിയുന്നുമില്ല. എല്ലാം കഴിഞ്ഞിട്ട് പറയും, എന്തായാലെങ്കിലും ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല. എൻ്റെ ഭാര്യ ഇവിടെ കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. അവളെ രേവതി മഹാറാണിയെ പോലെ വാഴുന്നു. ഇതത്ര ശരിയാവുന്ന കാര്യമല്ലല്ലോ. അവൾക്കിട്ടൊരു പണി കൊടുക്കണം. എൻ്റെ ശ്രുതിയുടെ നടു ഒഴിഞ്ഞുള്ള കണക്കുള്ള ജോലി അമ്മ കൊടുക്കുന്നേ. അവൾക്ക് ഒരു സമയം റെസ്റ്റ് കൊടുക്കത്തില്ല. അവൾക്കൊരു പണി കൊടുക്കണമല്ലോ എന്ന് കരുതി നാളെ എന്തായാലും രാവിലെ അവൾ കോല വിടാൻ വരും. അവളെ നടു കുടിക്കുന്നൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ കിടക്കുന്ന കരിയിലെല്ലാം ബക്കറ്റ് തൂത്തുവാരിക്കൊണ്ട് വന്നിട്ട് അവളെല്ലാം വിതറിയിട്ട് കൊടുക്കും. ഇതെല്ലാം രാവിലെ തൂത്തുവാരി കഴിയുമ്പോൾ തന്നെ അവളൊരു പണി കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് നല്ല സന്തോഷവും. എന്തായാലും കോല വിടാൻ ശ്രുതിക്ക് അറിയാത്തതുകൊണ്ട് അമ്മ എന്തായാലും ആ കാര്യം അവളെ ഏൽപ്പിക്കത്തില്ല. രേവതി തന്നെ കോല വിടണം. മുറ്റം മൊത്തം വൃത്തിയാകാതെ അവൾക്ക് കോല വിടാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രുതിക്ക് നല്ല സന്തോഷവും. പക്ഷേ ആ പണി തിരിച്ച് ബൂമറാൻ്റെ കണക്ക് ശ്രുതിക്ക് തന്നെ വന്ന് വീഴുന്നതെന്നുള്ള കാര്യം ശ്രുതി അറിയുന്നുമില്ല. അതിനുശേഷം എനിക്ക് പോയി കിടക്കാം. അങ്ങനെ നോക്കുമ്പോൾ കതവ് കുറ്റിയിട്ടേക്കുന്നത്. ഇതെന്താ കതവ് കുറ്റിയിട്ടേക്കുന്നത്? അമ്മേ വേണ്ട, ശ്രുതി എന്ന് പതുക്കെ വിളിക്കും. പക്ഷെ ശ്രുതി കേൾക്കത്തൊന്നുമില്ല. ഇനി ഒച്ചത്തെ വിളിച്ച അമ്മ മിക്കാറും വന്ന് ഇനി എന്നെ തല്ലും. വേണ്ട, തൽക്കാലം ഇവിടെ കാണും ചുരുണ്ട് കൂടാം. ഷീറ്റ് പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കും. ഇതെന്താ നൈറ്റിയോ? ഇവിടെ പാരാ നൈറ്റി ഇടുന്നത്? പുതിയ നൈറ്റി മേടിച്ചിട്ട് കഴുകി ഉണക്കി ഇട്ടേക്കുമായിരിക്കും. നൈറ്റി എങ്കിൽ നൈറ്റി ഇത് ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ നൈറ്റിയൊക്കെ അങ്ങ് ഇടും. ഇത് കൊള്ളാമല്ലോ, ഇതാണ് കുറഞ്ഞ പുരുഷന്മാർക്കും കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നൈറ്റിയൊക്കെ എടുത്തിടും. കുറച്ച് കഴിയുമ്പോൾ ഒരു തോർത്ത്. ഇപ്പോഴാണ് ശരിക്കും സെറ്റായത്. തോർത്താകുമ്പോൾ തണുപ്പും കൊള്ളത്തില്ല. അങ്ങനെ നൈറ്റി എടുത്തിട്ട് തോർത്തും തലയെ കെട്ടിക്കൊണ്ട് ശ്രുതി സുഖമായിട്ട് സിറ്റൗട്ടിൽ കിടന്നങ്ങ് ഉറങ്ങും. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക്
ചന്ദ്രമതി എഴുന്നേറ്റ് താഴോട്ട് വരികയാണ്. ആ സമയത്ത് ശ്രുതി നല്ല രീതിയിൽ ഉറങ്ങുകയാണ്. ഇടി ശ്രുതി, ഈ മലേഷ്യക്കാരി എഴുന്നേക്കാൻ പറയും. എന്താ ആൻറ്റി ഈ എഴുന്നേക്ക്, എന്തിനാ, വാ നമുക്ക് പൂരം കാണാൻ പോകാമെന്ന് പറയും. പൂരം കാണാനോ, എന്ത് ആൻറ്റി അച്ചയ്ക്ക്, എടി എഴുന്നേറ്റ് പോയി നീ രാവിലെ കുളിക്കാൻ പറയും. അയ്യോ രാവിലത്തെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് ആൻറ്റി അച്ചയ്ക്കും, നീ കുളിച്ചിട്ട് പോയി കോലം ഇടാൻ പറയും. കോലമോ, എനിക്ക് കോലമൊന്നും ഇടാൻ അറിയത്തില്ല എന്ന് പറയും. ഏയ് അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, നീ കോല വിട്ടേ പറ്റത്തുള്ളൂ. ആൻറ്റി കുളിക്കണം ആൻറ്റി, പൊടി ഇപ്പോൾ കുളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറയും. അപ്പോഴത്തേക്ക് രേവതി അങ്ങോട്ട് വരും. രേവതി വരുമ്പോൾ ചോദിക്കും, അല്ല നീ എന്തിനാ രേവതി ഇത്രയും നേരത്തെ എഴുന്നേറ്റ്? അത് അമ്മയെ മുറ്റത്ത് കോലം വരയ്ക്കണ്ടായോ? കോലമോ, അതിനൊക്കെയുള്ള വരയ്ക്കേണ്ട ആളിപ്പോൾ വരും. ദേ ഇവള് വരയ്ക്കുന്നൊരു, അയ്യോ ഇവൾക്ക് കോലമൊന്നും വരയ്ക്കാൻ അറിയത്തില്ല. അറിയാവുന്ന പോലെയൊക്കെ അവൾ വരച്ചാൽ മതി, നീ പോയി റെസ്റ്റ് എടുക്കാൻ പറയും. അങ്ങനെ രേവതി അങ്ങോട്ട് പോകും. ആ സമയത്ത് ശ്രുതി ഇറങ്ങി വരും. എന്നാടി പോയി കോല വിടാൻ പറയും. ആൻറ്റി പൊടി എന്ന് പറഞ്ഞുകൊണ്ട് പോയി കോല വിടാനായിട്ട് അരിപ്പൊടി എല്ലാം കൊടുക്കും. കതക് തുറന്ന് പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മൊത്തം കരിയില കൊണ്ട് മിറ്റം അങ്ങ് നിറച്ച് വെച്ചേക്കുവാണ്. ഈശ്വര എന്ന് പറഞ്ഞിങ്ങനെ നോക്കുവാണ്. ആ സമയത്താണ് ചന്ദ്ര വേറൊരു കാഴ്ച കാണുന്നത്. നൈറ്റിയൊക്കെ ഇട്ട് തലവഴി തോർത്തെല്ലാം കിട്ടിക്കൊണ്ട് ഒരാൾ സിറ്റോട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. ചന്ദ്ര പറഞ്ഞ് മോഷ്ടിക്കാൻ ആരെങ്കിലും വന്നതാണോ? അങ്ങനെ 3 പേരും ഏന്തിയും വലിഞ്ഞുമൊക്കെ ഇങ്ങനെ നോക്കുകയാണ് ആരാണ് ആ കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി. ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് എല്ലാവർക്കും. അപ്പോൾ അവിടം വരെയാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. ഇനി അതിനുശേഷം എല്ലാവരും വന്ന് കള്ളനാന്ന് കരുതി മിക്കവാറും എന്തെങ്കിലും വെച്ച് തലക്കടിയെ കൊടുക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ രസകരമായ നിമിഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.